തിരുവനന്തപുരത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഞാൻ നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രവർത്തനങ്ങളിൽ നിന്നതാണ്. ഇതെന്തുകൊണ്ട് ഇപ്പം വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞാൽ, ഈ കോൺഗ്രസിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തിരിച്ചു വരണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, UDF അധികാരത്തിൽ വരണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, കോൺഗ്രസിന് മതേതര മൂല്യങ്ങളുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, ഒരു രൂപ പോലും മറ്റുള്ളവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ സ്വന്തം അധ്വാനത്തിന്റെ വിയർപ്പിന്റെ കാശെടുത്തുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി മൂവർണ്ണക്കൊടി പാറിക്കുവാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇക്കോളം നടക്കുന്ന ചെറുപ്പക്കാർക്ക് പ്രായോഗികതയുടെ രാഷ്ട്രീയം മനസ്സിലാക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഇവിടെ നഗരസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്തുകൊണ്ട് BJP അധികാരത്തിലേക്ക് വന്നു? എന്തുകൊണ്ടാണ് വന്നത്? കോൺഗ്രസ് 20 സീറ്റ് പിടിച്ചതുകൊണ്ട്, UDF 20 സീറ്റ് പിടിച്ചതുകൊണ്ട് BJP അധികാരത്തിലേക്ക് വരുമോ? എവിടെയാണ് CPM നോട്ട് താഴ്ന്നത്? LDF നോട്ട് കുറഞ്ഞത് എവിടെയാണ്? നിങ്ങൾ പരിശോധിക്കണം. അവിടെ UDFന്റെ വോട്ട് BJPക്ക് മറിച്ചു കൊടുത്ത സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വരും ദിവസങ്ങളിൽ ആ ലിസ്റ്റും നിങ്ങൾക്ക് കൈമാറും. അങ്ങനെ മറിച്ചു കൊടുത്ത സ്ഥലങ്ങളുണ്ട്. ആ സമയത്ത് വെച്ച 1:2 എന്ന ആനുപാതികം ഒരു റേഷ്യോ ഉള്ള ഒരു ഡീല് കേരളത്തിൽ നടക്കുന്നു, തിരുവനന്തപുരത്ത് നടക്കുന്നു. എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ നേമത്ത് വിജയിപ്പിക്കണം. പകരം അവർ വിജയിപ്പിക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങൾ, ഒന്ന് അരുവിക്കര, 2 തിരുവനന്തപുരം. അവിടെ കണക്കുകൂട്ടൽ തെറ്റിയത്. തിരുവനന്തപുരത്ത് CMB CP ജോണിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ ശിവകുമാറിന്റെ കണക്കുകൂട്ടൽ തെറ്റി. അവിടെ നിന്ന് വീണ്ടും മാറി. ആ 1:2 തന്നെ ആനുപാതികമായി ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചപ്പോൾ തന്നെ അവർ വട്ടിയൂർക്കാവും ഒരിക്കലും ചേരില്ല എന്ന് കരുതിയ ആളുകൾ തമ്മിൽ ചേരുന്ന കാഴ്ച. വട്ടിയൂർക്കാവും അരുവിക്കരയും വെച്ച് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി. രാജീവ് ചന്ദ്രശേഖരനെ നേമത്ത് വിജയിപ്പിക്കണം, പകരം അരുവിക്കരയിൽ ശിവകുമാറിനെ വിജയിപ്പിക്കുക, അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ K മുരളീധരനെ വിജയിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് ശ്രീലേഖ IPSനെ, കൗൺസിലറിനെ, മുൻ IPS ഉദ്യോഗസ്ഥരെ വട്ടിയൂർക്കാവിൽ കാൻഡിഡേറ്റ് ആക്കി. അരുവിക്കരയിൽ സർവേ റിപ്പോർട്ടുകളിൽ മുൻപന്തിയിൽ നിന്നത് KS ശബരിനാഥനാണ്. KS ശബരിനാഥനെ മത്സരിപ്പിക്കണമെന്ന് സർവേ റിപ്പോർട്ടുകൾ പറയുന്നു. ആ റിപ്പോർട്ടുകൾ എടുത്തു വെച്ച് ശബരിയോട് വർക്ക് തുടങ്ങാൻ പറഞ്ഞു, ഫ്ലക്സ് അടിച്ചു. ഇതെല്ലാം ചെയ്തപ്പോ അവിടെ ഒരേ പിടിവാശി. അപ്പോഴും ഇടപെടലുണ്ടായി. അവസാനം ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ദേശീയ തലത്തിൽ ഒരാളുണ്ട്, അത് പറയാം. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അവസാനം അരുവിക്കര ശിവകുമാറിന് കൊടുത്തു. ഒരേ സമയം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും 2 കൈയിലും വെച്ച് അമ്മാനമാടാൻ കഴിവുള്ള ഒരു പാർട്ടിയായി എന്റെ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു എന്നുള്ളത് പറയുന്നതിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്ന് എന്റെ പത്രസമ്മേളനം, ചിലപ്പോൾ നിങ്ങൾ ലൈവ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്റെ മീഡിയയിൽ ലൈവ് പോകുന്നുണ്ട്, അതിൽ കേൾക്കുന്ന കോൺഗ്രസ്സുകാർക്ക് എന്നോട് പരിഭവം തോന്നണ്ട. ഇതിവിടെ നടക്കുന്ന ഡീലാണ്. അപ്പോ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് തയ്യാറാകാൻ കഴിയുമോ? ആ ചോദ്യങ്ങളാണ് ഞങ്ങൾക്ക് മുമ്പിൽ വലിയ ആശങ്ക ഉയർത്തിയത്.